ഹലോ കൂട്ടുകാരെ, എന്നെപ്പോലെ തന്നെ മധുരക്കിഴങ്ങ് വെറുതെ പുഴുങ്ങി തിന്നാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്കായിട്ടാണ് ഈ റെസിപ്പി. ഇതെന്താണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമ്മളൊരു ഹൽവ തയ്യാറാക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മധുരക്കിഴങ്ങ് ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ വലിയ 3 മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഉരച്ച് കളഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ. എന്നിട്ട് വേണം നമുക്കത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. അതിനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അല്ലാന്നെങ്കിൽ ഇഡലിയുടെ ഇതാണെങ്കിലും അതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം, അത്രേ ഉള്ളൂ. ആവിയിൽ പുഴുങ്ങിയെടുത്ത് നമ്മളതൊന്ന് കുത്തി നോക്കുക, വെന്തോന്നൊക്കെ ഒന്ന് നോക്കുക. നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. നമ്മുടെ മധുരക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് മാറ്റുക. അതിലേക്ക് കുറച്ച് ഒരു 2-3-4 ഏലക്ക ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അതിനുശേഷം അത് നല്ലതുപോലെ അരച്ചെടുക്കണം. തുള്ളി പോലും വെള്ളം ചേർക്കരുത്. കുറച്ച് അരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മഷി പോലെ നല്ലപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം നല്ല ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. നമ്മുടെ അലുവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചുവട് കട്ടിയുള്ളൊരു ഉരുളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ശർക്കരയാണ് ചേർക്കുന്നത്, പഞ്ചസാരയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ശർക്കര അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ഇതുപോലെ തന്നെ ഞാനിവിടെ 1 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ പാനിയാക്കിയിട്ട് അതാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ പാനിയാക്കിയതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടിട്ട് കൊടുക്കാം. കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണയല്ല നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ചട്ടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ വിട്ട് വരണം. അതുവരെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഹൽവയ്ക്ക് നല്ലപോലെ നെയ്യ് ചേർത്താണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കണം. നമ്മുടെ ഹൽവ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും അടുത്ത് തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ എനിക്കിവിടെ ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് നമ്മുടെ അലുവ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടി. അതുവരെ ഞാനൊരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഇച്ചിരി ഒരു 2 ടീസ്പൂൺ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ അതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നമ്മുടെ ഹലുവ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമ്മൾ ഹൽവ എടുക്കേണ്ടത്. ഇത് ശരിക്കും നമ്മുടെ കോഴിക്കോട് ഹൽവ പോലെയല്ല, തിരുനെൽവേലി ഹൽവ പോലെ തന്നെ ഇരിക്കും, നമ്മുടെ ലൂസായിട്ടിരിക്കും കേട്ടോ. എന്നാലും കയ്യിൽ ഒട്ടത്തില്ല, നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ ഇലയിൽ സെർവ് ചെയ്യുവാണെങ്കിൽ നല്ല കുറച്ച് നേരം അത് അടച്ച് വെച്ചിട്ട് ചൂടോടുകൂടി ഇലയിൽ വെക്കുവാണെങ്കിൽ ആ ഇലയുടെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇതൊരു വീഡിയോയിൽ കണ്ടതാണ്. ഞാൻ സാധാരണ മധുരക്കിഴങ്ങ് കഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങാണെന്നേ പറയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹലുവയായിട്ട് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.